ഹരി ഓം. ദശകം 16 നരനാരായണ ചരിതവും ദക്ഷയാഗവും. ദക്ഷോ വിരിഞ്ചതനയോധമനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശ ചാപകന്യാഃ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. ദക്ഷോ ദക്ഷഃ വിരിഞ്ചതനയഃ അധ ദക്ഷോ വിരിഞ്ചതനയോധ മനോഃ തനൂജാം മനോസ്തനൂജാം ദക്ഷോ വിരിഞ്ചതനയോധ മനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിം ഇഹ ഷോഡശ ച ആപകന്യാഃ ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശ ച ആപ, അതാണ് ഷോഡശ ചാപകന്യാഃ. ച ആപ, അതാണ് ചാപ എന്ന് വരുന്നത്, ചാപകന്യാഃ. ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വധാം ച ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. ദക്ഷോ വിരിഞ്ചതനയോധ മനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശ ചാപകന്യാഃ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. ശ്ലോകം 1 അന്വയവും അർത്ഥവും നോക്കാം. അധ വിരിഞ്ചതനേഹ ദക്ഷഃ. അധ വിരിഞ്ചതനേൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷപ്രജാപതി. ബ്രഹ്മാവാണ് വിരിഞ്ചൻ. അപ്പം അധ വിരിഞ്ചതനയഃ ദക്ഷഃ, ബ്രഹ്മാവിൻ്റെ തനയെന്ന് പറഞ്ഞാൽ പുത്രനായ ദക്ഷപ്രജാപതി. മനോഹോ എന്ന് പറഞ്ഞാൽ സ്വയംഭുവ മനുവിൻ്റെ തനൂജാം പുത്രിയായ പ്രസൂതിം, സ്വയംഭുവ മനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ. മനോഹോ തനൂജാം പ്രസൂതിം ലബ്ധ്വാ ഇഹ ഷോഡശ കന്യാഃ ആപച. ലബ്ധ്വാ ഇഹ എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടെന്ന് വെച്ചാൽ വിവാഹം ചെയ്ത്. അപ്പം ആ ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷപ്രജാപതി സ്വയംഭുവ മനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ വിവാഹം ചെയ്തിട്ട്, ലബ്ധ്വാ ഇഹ എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്തിട്ടെന്നർത്ഥം. ലബ്ധ്വ എന്ന് പറഞ്ഞാൽ ദക്ഷപ്രജാപതിക്ക് കിട്ടിയിട്ട് എന്നർത്ഥം. അപ്പം എന്നിട്ട് ഇവളിൽ ഇഹ ഷോഡശ കന്യാഃ ആപച, ഷോഡശ എന്ന് പറഞ്ഞാൽ 16 കന്യകകളെ ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷപ്രജാപതി സ്വയംഭുവ മനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ വിവാഹം ചെയ്തിട്ട് അവർക്ക് 2 പേർക്കും കൂടി 16 കന്യകകളെ ലഭിച്ചു. ധർമ്മേ ത്രയോദശ, ധർമ്മേ എന്ന് പറഞ്ഞാൽ ധർമ്മദേവന് 13 കന്യകമാരെയും പിതൃഷു എന്ന് പറഞ്ഞാൽ പിതൃക്കൾക്ക് സ്വധയെയും ഹവിർഭുജി സ്വാഹ. ഹവിർഭുജി എന്ന് പറഞ്ഞാൽ ഹവിർഭുജി അഗ്നിയല്ലേ, അഗ്നിക്ക് സ്വാഹയെയും. അത് അഗ്നി എന്തിനാ ഹവിർഭുജി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ദേവന്മാർക്ക് അഗ്നി വഴിയല്ലേ ആഹാരം യജ്ഞിക്കുന്നത്. അതുകൊണ്ടാണ് ഹവിർഭുജി, ഹവിസിനെ ഭുജിക്കുന്നവർ. ദേവന്മാർക്കുള്ള ആഹാരത്തിനെ ഭുജിക്കുന്നത് അഗ്നി വഴിയാണ്. അതുകൊണ്ടാണ് ഹവിർഭുജി സ്വാഹ, അഗ്നിക്ക് സ്വാഹയെയും. ധർമ്മേ ത്രയോദശ, ധർമ്മദേവന് 13 കന്യകമാരെയും പിതൃഷു പിതൃക്കൾക്ക് സ്വധയെയും ഹവിർഭുജി സ്വാഹ, അഗ്നിക്ക് സ്വാഹയെയും വെച്ചാൽ
ദേവന്മാർക്ക് എന്നുള്ളതാണ് അർത്ഥം. സ്വാഹയെയും ത്വദംശേ ഗിരിശേ സതിം ച ദദൗ. ത്വദംശേ അവിടുത്തെ ആ മൂർത്തിഭേദമായ ഗിരീശേ, ഗിരീശ എന്ന് പറഞ്ഞാൽ ശിവന്, സതിയെയും വിവാഹം ചെയ്തു കൊടുത്തുവല്ലോ. ത്വദംശേ അങ്ങയുടെ തന്നെ അംശം ആയ ഗിരീശൻ. ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഭഗവാന്റെ അംശം തന്നെയാണ്. ഇവർ 3 പേരും ഒന്ന് തന്നെയാണ്. ഈ ദേവന്മാരെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ അവിടുത്തെ മൂർത്തിഭേദമായ ശിവന് സതിയെയും വിവാഹം ചെയ്തു കൊടുത്തു. അപ്പോൾ ആ ബ്രഹ്മപുത്രനായിരിക്കുന്ന ദക്ഷപ്രജാപതി സ്വയംഭുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ വിവാഹം ചെയ്യുന്നു. അവളിലുണ്ടായ 16 കന്യകമാരിൽ 13 പേരെയും ധർമ്മദേവന് വിവാഹം ചെയ്യിച്ചു കൊടുക്കുന്നു. സ്വധ എന്ന പുത്രിയെ പിതൃദേവകൾക്കും, സ്വാഹ എന്ന മകളെ അഗ്നിദേവനും, സതി എന്ന കന്യകയെ അങ്ങയുടെ അംശരൂപിയായിരിക്കുന്ന ശിവനും വിവാഹം ചെയ്തു കൊടുത്തുവല്ലോ. ദക്ഷോ വിരിഞ്ചതനയോധമനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശ ചാപകന്യാഃ ലബ്ധേ ത്രയോദശ ദദൗ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ.